ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ജെനക്സിക്സ് ഡുവൽ ബാൻഡ് മോഡത്തിൽ വൈഫൈ പേരും പാസ്വേഡും എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം തന്നെ വൈഫൈ കണക്ട് ചെയ്യുക. അതായത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡുവൽ ബാൻഡുമായിട്ട് വൈഫൈ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു നെറ്റ് ലിങ്ക് മോഡമായിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. അതിൻ്റെ താഴത്ത് തന്നെ 2.4ഉം 5G ആയിട്ട് നമ്മളുടെ ഡുവൽ ബാൻഡ് മോഡത്തിൻ്റെ വൈഫൈ പേരുകൾ അവിടെ കാണിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു പേരിൽ നമുക്ക് കണക്ട് ചെയ്യാം. 2.4ൽ ഞാനിവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നമ്മുടെ മോഡത്തിൻ്റെ പുറകിൽ തന്നെ പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തു. ഇപ്പോൾ ഇവിടെ നോ ഇൻ്റർനെറ്റാണ് കാണിക്കുന്നത്. അത് വേറെ കൊണ്ടൊന്നുമല്ല, ഞാനത് മോഡം കണക്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് അത് ഓൺ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ള, അതുകൊണ്ടാണ് ഇവിടെ നോ ഇൻ്റർനെറ്റ് കാണിക്കുന്നത്. കണക്ഷൻ കൊടുത്തെങ്കിൽ ഇൻ്റർനെറ്റ് തന്നെയായിരിക്കും കാണിക്കുന്നത്. കണക്റ്റഡ് ആയിട്ട് തന്നെ കാണിക്കും. നെറ്റൊന്നും പോകില്ല. നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നെറ്റൊന്നും ഡിസ്കണക്റ്റ് ആകില്ല. സോ ഇവിടെ കണക്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്. സോ നമുക്ക് പിന്നീട് ചെയ്യേണ്ടത്, കണക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ക്രോം ബ്രൗസറാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ 192.168.1.1 എൻ്റർ ചെയ്യുക. അതാണ് ഇതിൻ്റെ ലാൻ IP വരുന്നത്. 192.168.1.1 ആണ് ഡ്യുവൽ ബാൻഡിൻ്റെ ജെനക്സിസിൻ്റെ ലാൻ IP ഡിഫോൾട്ട് IP വരുന്നത്. സോ അതതിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാവും. മോഡത്തിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ടാവും ഡിഫോൾട്ട് IP അഡ്രസ്സ്. അവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡും നമ്മളുടെ മോഡത്തിൻ്റെ പുറകിലായിട്ട് തന്നെ കാണാൻ പറ്റും. വൈഫൈയിൽ നമ്മൾ അടിച്ച അതേ പാസ്വേഡ് തന്നെയാണ്, ഡിഫോൾട്ട് പാസ്വേഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനിയൊരു വാലിഡേറ്റ് കോഡ് ചോദിക്കുന്നുണ്ടാവും. ആ വാലിഡേറ്റ് കോഡ് അടിച്ചു കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മളുടെ റൗട്ടറിൻ്റെ പേജിലോട്ട് എൻ്റർ ആവും. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് നെറ്റ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരും. അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് രണ്ട് ഓപ്ഷൻസിലാണ്. ഒന്ന് WLANും ഒന്ന് WLAN 5G. ഈ രണ്ട് ഓപ്ഷൻസ് നമ്മൾ ചേഞ്ച് ചെയ്യണം. WLAN എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.4 ബാൻഡ് വിത്തും, WLAN 5G എന്ന് പറഞ്ഞെങ്കിൽ 5G ബാൻഡ് വിത്തുമാണ്. സോ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യണം. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് 2.4ലാണ്. സോ 2.4ൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് തന്നെ ആദ്യം 5Gയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. നമ്മൾ ഏതിനാണോ കണക്ട് ചെയ്തിരിക്കുന്നത്, 2.4 ആണോ 5G ആണോ, അപ്പോൾ ഈ കണക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത്, അതായത് 2.4 ആണെങ്കിൽ 5Gയിലെ പാസ്വേഡ് ആദ്യം ചേഞ്ച് ചെയ്യുക. ഇല്ല 5G ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ 2.4ൻ്റെ പാസ്വേഡ് ആദ്യം ചേഞ്ച് ചെയ്യുക. പാസ്വേഡ് പേരും ചേഞ്ച് ചെയ്യുക. കാരണം അത് കണക്ഷൻ ഡിസ്കണക്റ്റ് ആവാതിരിക്കാനായിട്ടാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അത് രണ്ടാമത് പേജ് ഓപ്പൺ ചെയ്യേണ്ടി വരും. പിന്നെയും ശ്രദ്ധിക്കുക, നമുക്ക് പേജ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് വേണം എന്ന് നിർബന്ധമില്ല. ജസ്റ്റ് മോഡ് ഓൺ ചെയ്താൽ, ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, ഓൺ ചെയ്താൽ നമുക്ക് ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നെറ്റുള്ള കണക്ഷനിൽ കുഴപ്പമില്ല. നമുക്ക് നെറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം, നെറ്റ് കട്ടാവില്ല. സോ ഇവിടെ നമുക്ക് ആദ്യം നമ്മളിവിടെ കാണാം, നമ്മളിവിടെ 2.4ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം 5Gയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. സോ 5Gയുടെ സെറ്റിങ്സ് എടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം SSID എന്ന് പറഞ്ഞ്, ഇപ്പോൾ Genexis എന്ന് പറഞ്ഞ 5G ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. സോ ഇവിടെ കൊടുത്തേക്കുന്നത് ആ പേര് നമുക്കൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് നമുക്കിവിടെ ടെസ്റ്റ് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് പ്രീ ഷെയർഡ് കീ എന്ന് പറഞ്ഞ് ഇവിടെ പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ പാസ്വേഡും നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കാം. ഞാനിവിടെ 1 തുടങ്ങി 8 വരെയാണ് സിമ്പിൾ പാസ്വേഡ് കൊടുക്കുന്നത്. സോ ഇതുപോലെ ഇവിടെ ചേഞ്ച് ചെയ്യാം. ടെസ്റ്റ് എന്ന് എഴുതിയിട്ട് ഇവിടെ 1 തുടങ്ങി 8 വരെ പാസ്വേഡ് കൊടുക്കുക. ഏറ്റവും അടിയിലൊരു OK കാണാം. ആ OKയിൽ ഒന്ന് പ്രസ് ചെയ്യുക. സോ ഈ OKയിൽ പ്രസ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ 5Gയുടെ പേരും പാസ്വേഡും ചേഞ്ച് ആയിട്ടുണ്ട്. പേര് നിങ്ങൾക്ക് കാണാം, നമ്മളിവിടെ ടെസ്റ്റ് ഒന്ന് കൊടുത്തു. പാസ്വേഡ് നമ്മുടെ പ്രീ ഷെയർഡ് കീ അതും ചേഞ്ച് ചെയ്തു. 1 തുടങ്ങി 8 വരെ ചേഞ്ച് ചെയ്തു. സോ നമുക്കിത് ചേഞ്ച് ആയോ ഇല്ലയെന്ന് നോക്കാം. അതായത് ടെസ്റ്റ് എന്നുള്ളത് വന്നെന്ന് നോക്കാം. അതായത് 5Gക്ക് പകരം ഇപ്പോൾ ടെസ്റ്റ് എന്നുള്ളത് വന്നിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാം.
2.4 ഇപ്പോൾ കണക്റ്റ് ആയി കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം താഴത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തത് 5Gയുടെയാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്, അതാണ്ടത് ടെസ്റ്റ് എന്ന് പറഞ്ഞു കിടപ്പുണ്ട്. ഇനി നമുക്ക് 2.4ലെയും ചേഞ്ച് ചെയ്യാം. 2.4 ചേഞ്ച് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ WLAN, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ WLAN ആണ് 2.4 ആയിട്ട് വരുന്നത്. WLAN സെലക്ട് ചെയ്യുക. WLAN സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് 2 ഓപ്ഷനിൽ ഡ്യുവൽ ബാൻഡിൽ നമുക്ക് വൈഫൈ സെറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് 2 പേര് കാണിക്കുന്നത്, അതായത് ടെസ്റ്റ് 1 എന്ന് ഞാനിവിടെ കൊടുക്കുകയാണെങ്കിൽ ടെസ്റ്റും അതുകൂടാതെ ടെസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് 2.4 എന്ന് പറഞ്ഞിട്ട് 2 പേരായിട്ട് കാണിക്കും. ഇല്ല നമുക്ക് ഒറ്റ പേരിൽ തന്നെ 2.4ഉം 5Gയും വേണമെങ്കിൽ ഒറ്റ പേര്, അതായത് അവിടെ എന്താണോ 5Gയിൽ എന്താണോ കൊടുത്തത് അത് തന്നെ 2.4ലും നമ്മൾ കൊടുക്കണം. അതായത് ഇപ്പോൾ ഒറ്റ പേരിലാണ് കാണിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ 5Gയിൽ കൊടുത്തത് ടെക്സ്റ്റ് എന്നാണ്, അതേ ടെക്സ്റ്റ് എന്ന് തന്നെ ഇവിടെ കൊടുത്തിട്ട് അതേ പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ പേരിലായിരിക്കും, അതായത് ഒറ്റ പേരായിരിക്കും, വൈഫൈ നെയിം ആയിരിക്കും കാണിക്കുന്നത്. ഇല്ല നമ്മളിവിടെ സെപ്പറേറ്റ് വേറൊരു പേരാണ് കൊടുക്കുന്നതെങ്കിൽ 2 വൈഫൈ നെയിം ഇവിടെ കാണിക്കും. സോ നമുക്ക് ഒറ്റ പേരിൽ തന്നെ സെറ്റ് ചെയ്യാം. സോ അതിനായിട്ട് നേരത്തെ കൊടുത്ത അതേ പേര് തന്നെ, അതായത് ടെസ്റ്റ് എന്നാണ് കൊടുത്തത്, ആ ടെസ്റ്റ് തന്നെ നമ്മളിവിടെ എൻ്റർ ചെയ്യുക. പാസ്വേഡും നമുക്ക് 1 തുടങ്ങി 8 വരെയാണ് കൊടുത്തത്, ആ 1 തുടങ്ങി 8 വരെ ഉള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അടിയിൽ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ വൈഫൈ ഇത് കട്ടാവും. അതായത് നമ്മൾ കണക്ട് ചെയ്തിരുന്നത് കട്ടാവുന്ന കാണാം. വെയിറ്റ് ചെയ്യുക. ഇതായിപ്പോൾ ഇവിടെ വൈഫൈ കട്ടായി. ഇനി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞുകൊടുത്ത് 2.4ഉം 5Gയും ഒറ്റ പേരായിട്ടായിരിക്കും കാണിക്കുന്നത്. കാരണം നമ്മൾ ഒരേ പേരും പാസ്വേഡ് തന്നെയാണ് രണ്ടിലും കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാറ്റിയും കൊടുക്കാം, 2 വൈഫൈയും കാണുന്ന വിധത്തിലും കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഒറ്റ പാസ്വേഡായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. സോ ഇവിടെ കാണാം ടെക്സ്റ്റ് 2.4ഉം 5G ആയിട്ട് ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. നമ്മളത് ഇതിൻ്റെ ഇപ്പോൾ ഓൾറെഡി ഞാൻ 1 തുടങ്ങി 8 ഒരു പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ തന്നെ ഇപ്പോൾ കണക്റ്റായി. നോ ഇൻ്റർനെറ്റ് ഞാൻ പറഞ്ഞത് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഇൻ്റർനെറ്റ് ഒന്നും കട്ടാകില്ല. നമുക്കിങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ 2.5G ഡ്യുവൽ ബാൻഡിൻ്റെ പേരും പാസ്വേഡും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ ചേഞ്ച് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പോയി ചോദിക്കാം, ഞാൻ പറഞ്ഞു തരാം. സോ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.